വികസന കാര്യത്തിൽ ലീഡർ കെ കരുണാകരൻ നെടുമ്പാശ്ശേരി വിമാനത്താവളം ഒട്ടേറെ വികസന പ്രവൃത്തികൾ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ കെ കരുണാകരൻ്റെ അത്തരം ഭരണപരമായ മാതൃകകൾ കേന്ദ്രമന്ത്രി എന്നുള്ള നിലയ്ക്ക് എത്രത്തോളം പിന്തുടരും? ഞാൻ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്. അത് കോൺഗ്രസ്സുകാർക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും മാർക്സിസ്റ്റുകാർക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ലീഡർ ശ്രീ കരുണാകരൻ ചെയ്ത കേരളത്തിന് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന ഒരു ദീപസ്തംഭത്തിലുള്ള ഒരു സ്വാധീനം എന്ന് പറയുന്നത് കേരളത്തിന് നന്മയായി വന്ന് ഭവിച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ശ്രീ ഒ രാജഗോപാലിന് മാത്രമാണ് അതിനോടടുത്തെങ്കിലും ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. ഇതാണ് കേരളത്തിൻ്റെ അഡ്മിനിസ്ട്രേഷണൽ ബെനഫിറ്റ്സ് എന്ന് പറയാവുന്നത്. അത് ആർക്കിഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഞാനൊരു പൗരൻ എന്ന നിലയ്ക്ക് ഇവിടെ ഒന്നുകൂടി അടിവരയിട്ട് പറയുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഇതെല്ലാം അവഹേളനത്തിൽ തന്നെ ചെന്ന് പതിക്കും. കേരളത്തിന് അത് തൃശ്ശൂരിനോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെഗാ പ്രൊജക്ട് അങ്ങനെ മനസ്സിലുള്ള എന്താണ്? ഞാനതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞതല്ലേ. അത് ചർച്ച എന്ന് പറയുന്നത് ഇപ്പോഴാണായത് അല്ലേ. പെട്ടെന്ന് ഉടനെ നാളെ നടക്കണം എന്നൊക്കെ പറഞ്ഞ് ചർച്ചയാവുന്നത് ഇപ്പോഴാണ്. അതിന് ജില്ലാടിസ്ഥാനത്തിൽ മണ്ഡലാടിസ്ഥാനത്തിൽ അവകാശവാദങ്ങളും ഉന്നയിക്കാനുള്ള ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രതിനിധികൾക്ക് അവകാശമുണ്ട്. അവരതിനു വേണ്ടി അടികൂടും, കടിപിടി കൂടും, അതെല്ലാം അവരുടെ അവകാശമാണ്. പക്ഷെ കേരളം എന്ന് പറയുന്ന ഒരു ചിന്ത, കേരളത്തിലെ മലയാളി ജനത എന്ന് പറയുന്ന ഒരു ചിന്തയുണ്ടെങ്കിൽ പ്രാദേശികത മറന്ന് അവഗണിക്കപ്പെട്ട പ്രദേശങ്ങളിലേക്ക് വികസനം കൊണ്ടുവന്ന് വികസനം കൊണ്ട് ശ്വാസം മുട്ടുന്ന പ്രദേശങ്ങൾക്ക് ഇനിയും ശ്വാസം മുട്ടിക്കാൻ പോലും അവസ്ഥയില്ല എന്ന് പറയുന്ന നിലയ്ക്ക് വികസനം ഒരു ഡ്രക്കോണിയൻ ഷേപ്പ് എടുക്കരുത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ കൃത്യമായിട്ട് ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രതിനിധി എന്ന നിലയ്ക്ക് എൻ്റെ വാദമുണ്ട്. അതിനകത്ത് പ്രാദേശികത ഇല്ല. ഞാൻ തൃശ്ശൂർ വേണമെന്ന് പറഞ്ഞിട്ടില്ല. ആ പദ്ധതി തന്നെയാണ് മുന്തിയ പരിഗണന. അത് 2015 രാജ്യസഭ MP ആവുന്നതിന് ഒരു വർഷം മുമ്പ് ശ്രീമാൻ ജഗത് പ്രകാശ് നഡ്ഡയെ അറിയിച്ചതും 3 തവണ മുഖ്യമന്ത്രിയെ അന്ന് കണ്ട് ആ ആവശ്യം ഉന്നയിച്ചതുമാണ്. ഒരു സ്ഥലപ്പേര് പറഞ്ഞ് എനിക്കറിയാം ആ സ്ഥലപ്പേര് ഉച്ചരിച്ചാൽ കേരളം മുഴുവൻ എൻ്റെ കൂടെ നിൽക്കുമെന്ന്. അവിടെയുള്ളതും മലയാളി സഹോദരങ്ങളാണ്. അവിടെയും അങ്ങനെ ഒരു ബൃഹത്തായ പദ്ധതി വരുന്നത് വഴി അവിടുത്തെ ആ പ്രദേശവാസികളും കുറച്ച് ഗുണപ്പെടട്ടെ. പിടിച്ചു പറിക്കാൻ പാടില്ലല്ലോ നമ്മൾ. സ്വാർത്ഥതയാവാം. ആ സ്വാർത്ഥത ഒരു പിടിച്ചുപറിയിൽ ചെന്ന് അവസാനിക്കരുത്.